വർക്കലയിൽ ചട്ടങ്ങൾ പാലിക്കാതെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചതെന്ന് വിവരാവകാശ കമ്മീഷന്റെ രേഖ. തീരദേശ പരിപാലന ചട്ടങ്ങൾ പാലിച്ചില്ല, കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതിയും വാങ്ങിയിട്ടില്ലെന്നും രേഖയിൽ പറയുന്നു. അപകടത്തിൽ ടൂറിസം ഡയറക്ടർ പി.ബി. നൂഹ് ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം നടപടിയെടുക്കുമെന്ന് ടൂറിസം മന്ത്രി പി.എം. മുഹമ്മദ് റിയാസ് പറഞ്ഞു. അത് പൊതുവെ എല്ലായിടത്തും പരിശോധനകൾ നടത്തണം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. കാലാവസ്ഥയിൽ മാറ്റങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ള വിവരം നേരത്തെ കൊടുത്താണ്. അപ്പോൾ ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ഒരു തീരുമാനം കൈക്കൊള്ളും. വിവരങ്ങളുമായി ഹരികൃഷ്ണനാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ തകർച്ചയുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ വിവരങ്ങളൊക്കെ വന്നല്ലോ. ടൂറിസം ഡയറക്ടറുടെ ഒരു റിപ്പോർട്ട് വരാനിരിക്കുന്നുണ്ട്. എന്നാൽ വിവരാവകാശ രേഖ പുറത്തു വന്നിരിക്കുന്നു, അതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒപ്പം തന്നെ പരാതിക്കാരൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. കൃത്യമായ മുന്നറിയിപ്പ് നൽകിയതാണ്, ഈ മുന്നറിയിപ്പുകളൊന്നും കൃത്യമായി പാലിച്ചിട്ടില്ല. നഗരസഭാ അധികൃതരുടെ ചില പ്രതികരണങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ. കൃഷ്ണ, ഈ വർക്കലയിലെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണത്തിൽ അപാകതയുണ്ട് എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നത്. അതായത് ഈ പരാതിക്കാരൻ, അതായത് ഈ തീരദേശ ഒരു പരിസ്ഥിതി പ്രവർത്തകനായ ഈ ലയോള കോളേജിലെ അധ്യാപകൻ കൂടിയായ സഞ്ജീവ് എസ് ആണ് ഇതേപോലെ ഈ രീതിയിലൊരു പരാതി നേരത്തെ നൽകിയിരുന്നത്. അതേ സംബന്ധിച്ച് അദ്ദേഹം വിവരാവകാശ രേഖ കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾക്കൊന്നും ഈ വർക്കല ബീച്ചിൽ അനുമതിയില്ല എന്നുള്ളൊരു രേഖ പുറത്തു വരുന്നത്. അതേപോലെ തന്നെ ഈ കോസ്റ്റൽ സോൺ മാനേജ്മെന്റിന്റെ അനുമതിയും ഇതിൽ വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഈ വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നത്. ഈ താൽക്കാലിക നിർമ്മിതി ആയതുകൊണ്ടാണ് ഇതിലൊന്നും ഇത്തരത്തിൽ അനുമതിയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് അതിൽ വ്യക്തമായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ സംഭവത്തിൽ ഏതായാലും ഈ ടൂറിസം ഡയറക്ടർ പി.ബി. നൂഹിനോട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഒരു വിശദീകരണം, അതായത് ഒരു റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി നടപടിയെടുക്കുക എന്നുള്ളതാണ് മന്ത്രി തന്നെയും പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ കടൽ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ട്, കടലിനുള്ളിൽ തന്നെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ഇത് തിരുവനന്തപുരം ജില്ലയിലെ പല ജില്ലകളിലും, ഇപ്പോൾ ആക്കുളത്ത് അടക്കമുള്ള ജില്ലകളിൽ ഇത്തരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നലെ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൽ പെട്ടവരിൽ 4 പേരുടെ കാര്യത്തിൽ ഇപ്പോഴും അവർ ആശുപത്രിയിൽ തുടരുകയാണ്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വർക്കല മുനിസിപ്പാലിറ്റി ചെയർമാൻ പറയുന്ന കാര്യം, ഈ സംഭവത്തിന് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നഗരസഭയ്ക്ക് NOC നൽകേണ്ട കാര്യമില്ല, സ്വകാര്യ ഏജൻസിക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം. ഈ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചിട്ടുള്ളത്. അത് ഈ സ്വകാര്യ ഏജൻസിയാണ് അതിന്റെ നടത്തിപ്പും മറ്റു കാര്യങ്ങളും. അതൊരു താൽക്കാലിക നിർമ്മാണം തന്നെയാണ്. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിക്കും അതിൽ ഉത്തരവാദിത്വമൊന്നുമില്ല എന്നാണ് ചെയർമാനും അടക്കം പറയുന്നത്. പക്ഷേ ഇനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിക്കണമെങ്കിൽ ഇത്തരത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയതിൽ മാത്രമേ പ്രവർത്തിക്കാനാകൂ എന്നുള്ള രീതിയിൽ ചെയർമാനും നമ്മളോട് പ്രതികരിക്കുന്നുണ്ട്. ഏതായാലും രാഷ്ട്രീയ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇതിനോടൊപ്പം ഉണ്ട്. ക്രിസ്റ്റീന, ശരി. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ഹരികൃഷ്ണനാണ്.